പൊന്നു ചേച്ചി പൊടിക്ക് അടങ്ങ്. ദേശവ്യാപകമായി നടന്നുവരുന്ന CJP അനുകൂല സമരങ്ങൾക്ക് അനുബന്ധമായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP, മല്ലികാർജുന ഖാർഗെ, ദേശീയ അധ്യക്ഷൻ കോൺഗ്രസിന്റെ നമ്മുടെ രണ്ട് മുഖ്യമന്ത്രിമാർ, കേരള മുഖ്യമന്ത്രി VD സതീശൻ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ നടത്തിയ ഒരു മാർച്ചുണ്ടല്ലോ, ആ മാർച്ചിന് നേരെ പോലീസ് അതിക്രമം ഉണ്ടായി എന്നാരോപിച്ചുകൊണ്ട് ഇന്ന് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടി നടത്തി. അതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ലോക് ഭവനിലേക്ക്, അതായത് ഗവർണറുടെ ഔദ്യോഗിക വസതിയിലേക്ക് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചു. KPCC ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവനിൽ നിന്ന് തുടങ്ങിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് KPCC അധ്യക്ഷനും മന്ത്രിയുമായ സണ്ണി ജോസഫാണ്. അങ്ങനെ പ്രവർത്തകർ ആവേശകരമായി ഇങ്ങനെ വരികയാണ്. വന്ന് ഈ ലോക് ഭവനിന് അടുത്തെത്തി. അപ്പോഴേക്കും സ്വാഭാവികമായി പോലീസ് നടപടി ഉണ്ടാകുമല്ലോ. അവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പിന്നീട് പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നു. അതിനിടയിൽ ആവേശം കൊണ്ട് വലിഞ്ഞു മുറുകി, ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകിയ ഒരു ചേച്ചി, ആ പ്രവർത്തകയെ വനിതാ പോലീസുകാർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ പ്രവർത്തക പറയുകയാണ്, നരേന്ദ്രമോദി മൂരാച്ചി, ആരാടാ ഇവിടെ നരേന്ദ്രമോദി, ആരാടാ ഇവിടെ അമിത്ഷാ. ഇങ്ങനെ പോലീസിന്റെ ഇടയിലും ഈ പ്രവർത്തകരുടെ, ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ അടങ്ങാത്ത വീര്യമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പുറകിൽ നിന്ന് ഒരു ശബ്ദം, ആരോ പറയുന്നു, പൊന്നു ചേച്ചി പൊടിക്കടങ്ങ് എന്ന് പറയുന്നു. അപ്പോൾ ചേച്ചി തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു പൊട എന്ന് ആ പറഞ്ഞ ആളെ ആട്ടിവിടുന്നു. എന്നിട്ടും ചേച്ചിയുടെ ആ ഒരു വീര്യം, ആ ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ വീര്യം നമുക്ക് കാണാം, ആ രംഗം കാണാം. പൊടിക്കടങ്ങൂ എന്ന് പറയുന്ന, ഒന്നടങ്ങു ചേച്ചി എന്ന് പറയുന്ന ആ ഒരു ശബ്ദവും അതിന് പ്രതികരണമായി ആ പ്രവർത്തക പോട എന്ന് പറയുന്ന ആ ഒരു വിഷ്വലും നമുക്ക് കാണാം. ഈ കോൺഗ്രസ് പ്രവർത്തക ലക്ഷ്യം വെച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ലക്ഷ്യം വെച്ചതുപോലെ തന്നെ ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് പുറപ്പെടുവിച്ചിരിക്കുന്നു, പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഡൽഹിയിൽ CJPയും കോൺഗ്രസും വലിയ തോതിലെ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. ഇതുവരെയുള്ള പോരാട്ടങ്ങൾക്ക് ഫലം കണ്ടു എന്ന നിലയിലാണ് CJP ഇതിനെ വിലയിരുത്തുന്നത്, ഈ ഒരു രാജിയെ വിലയിരുത്തുന്നത്. കോൺഗ്രസും അതുപോലെ തന്നെയാണ്. തങ്ങൾക്ക് നേടിയ ഒരു വിജയം, അല്ലെങ്കിൽ നേടിയൊരു രാഷ്ട്രീയ മേൽക്കൈ എന്ന നിലയിൽ കോൺഗ്രസ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ കാണുന്നു. അവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം നേരത്തെ തന്നെ ധർമ്മേന്ദ്ര പ്രധാനെ കേന്ദ്ര പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മാറ്റുമെന്ന് BJP തത്വത്തിൽ തീരുമാനം എടുത്തിരുന്നതാണ്. ധർമ്മേന്ദ്ര പ്രധാനെ മാത്രമല്ല, കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയെയും കേന്ദ്ര പുനഃസംഘടന വരുമ്പോൾ മാറ്റുമെന്ന് BJP തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. അങ്ങനെ മാറ്റാനിരുന്ന ഒരു മന്ത്രിക്ക് എതിരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് CJPയുടെ സമരമെന്ന് വിലയിരുത്തപ്പെടുന്നു. കാരണം അവർക്കറിയാം കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ ധർമ്മേന്ദ്ര പ്രധാൻ ഒഴിവാകും എന്നുള്ള കാര്യം CJPക്ക് മുൻകൂട്ടി അറിയാം, കോൺഗ്രസിനും മുൻകൂട്ടി അറിയാം. അത് ജൂൺ മാസം ആദ്യം തന്നെ നമ്മുടെ എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. കേന്ദ്ര പുനഃസംഘടന വരുന്നു, അവിടെ നിന്ന് പ്രധാനപ്പെട്ട 2 പേരെ ഒഴിവാക്കുന്നു. അതിലെ ഒരാൾ ധർമ്മേന്ദ്ര പ്രധാനാണ്, മറ്റൊരാൾ പെട്രോളിയം മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരിയാണ്. ഈ 2 പേരെയും ഒഴിവാക്കും. പകരം മാനവ വിഭവശേഷി വകുപ്പിലേക്ക് നിർമ്മല സീതാരാമനെ കൊണ്ടുവരും. അങ്ങനെയുള്ള നിരവധി റിപ്പോർട്ടുകൾ വന്നതാണ്. അതിനിടയിലാണ് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം സ്വമേധയാ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം രാജിവെച്ചില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തെ BJP നേതൃത്വം പുനഃസംഘടനയിൽ നിന്ന് ഒഴിവാക്കാനിരുന്നതാണ്. എന്ത് തന്നെയായാലും ഈ ഒരു രാജി CJPയുടെയും കോൺഗ്രസിന്റെയും വിജയമെന്ന് അവർ 2 പേരും പരസ്പരം അവകാശപ്പെടുന്നു. ഒപ്പം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെയും ഒരു വിജയം എന്ന നിലയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. അവിടെ ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിൽ ഈ മാസം 16-ാം തീയതി കേന്ദ്ര പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ആ ചർച്ചയിൽ തന്നെ ധർമ്മേന്ദ്ര പ്രധാനെയും ഹർദീപ് സിംഗ് പുരിയെയും മാറ്റും, പുനഃസംഘടനയിൽ അവർക്ക് ഇടമുണ്ടാവില്ല എന്ന്
തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ അത് വീണ്ടും അത്തരം ചർച്ച പ്രധാനമന്ത്രിയും അമിത്ഷായും തമ്മിൽ നടത്തുകയാണ്. എത്രയും വേഗം, ഒരുപക്ഷെ പാർലമെന്റിന്റെ ഇപ്പോൾ സമ്മേളനം നടക്കുകയാണല്ലോ. ഈ മാസം 20-ാം തീയതി തുടങ്ങിയ സമ്മേളനമാണ്. ഓഗസ്റ്റ് 13-ാം തീയതി എന്ന് പാർലമെന്റിലെ വർഷകാല സമ്മേളനം അവസാനിക്കുന്നത്. അതിന് മുൻപായോ അല്ലെങ്കിൽ വർഷകാല സമ്മേളനത്തിന് ശേഷമോ പുനഃസംഘടന തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെയാണ് നേരത്തെ തന്നെയുള്ള റിപ്പോർട്ടുകൾ. അതിനനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതും. ഇന്നും ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി അറിയേണ്ടത്, തുടർച്ചയായി 20-ാം തീയതി മുതൽ ഇന്നുവരെ പ്രതിപക്ഷം, അതായത് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി ഈ ഒരു വിഷയം മുൻനിർത്തി, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മുൻനിർത്തിക്കൊണ്ട് സ്ഥിരമായി ലോക്സഭ സ്തംഭിപ്പിക്കുകയായിരുന്നു. ഇനി അതിനുശേഷം അവർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം നാളെ മുതൽ അറിയാൻ കഴിയും. അവരുടെ അടുത്ത സ്ട്രാറ്റജി എന്താണ്, രാഷ്ട്രീയ തന്ത്രം എന്താണ്, ലോക്സഭയിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത പാർലമെന്റ് സമ്മേളനം കൂടുമ്പോൾ തിരിച്ചറിയാൻ കഴിയും. കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, ഇനി എന്താണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട. നമുക്കറിയാമല്ലോ, FCRA അടക്കമുള്ള നിർണായക ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാർലമെന്റ് സമ്മേളനമാണ് നടക്കുന്നത്. 19 ദിവസമാണ് ആകെ പാർലമെന്റ് സമ്മേളനത്തിൽ കിട്ടുന്നത്. ആകെ 25 ദിവസമാണ് ഉള്ളതെങ്കിലും അതിൽ തന്നെ അവധി ഒഴിച്ചു കഴിഞ്ഞാൽ 19 ദിവസം മാത്രമാണ് ഈ ഒരു പാർലമെന്റ് സമ്മേളനം നടക്കുക. അതിനിടയിലാണ് FCRA ഭേദഗതി. ആ ഭേദഗതി ബില്ലിനോട് ഇന്ത്യ സഖ്യം എങ്ങനെ പെരുമാറും. അതുപോലെ തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ എടുക്കേണ്ടുന്ന, അവർ സ്വീകരിക്കുന്ന നടപടികൾ എന്തെല്ലാമാണ്, എന്തെല്ലാം അവകാശവാദമാണ് കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ മുന്നണി പാർലമെന്റിൽ സ്വീകരിക്കുക എന്നുള്ളത് അടുത്ത പാർലമെന്റ് കൂടുന്ന ദിവസം നമുക്കറിയാം. ഏതായാലും ഇന്ന് തിരുവനന്തപുരത്തടക്കം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം, AICC അന്ന് നടത്തിയ സമരം, പാർലമെന്റ് MP-മാർ അന്ന് നടത്തിയ സമരം, പ്രധാനമന്ത്രി വസതിയിലേക്ക് നടത്തിയ സമരം, ആ സമരത്തിന് എതിരായി പോലീസ് നടപടി ഉണ്ടായി. ആ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും KPCCയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധ സമ്മേളനം നടന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിലാണ്, ട്രിവാൻഡ്രത്ത് നടന്ന സമ്മേളനം, നമ്മുടെ തലസ്ഥാനത്ത് നടന്ന സമ്മേളനത്തിലാണ് ഈ ചേച്ചിയുടെ ആവേശം കൂടിയതും ഒരാൾ പുറകിൽ നിന്ന് ഒന്ന് പൊടിക്കടങ്ങൂ എന്ന് പറഞ്ഞത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.